പുരുഷ മേധാവിത്വം എപ്പോഴും അമ്മ എന്ന സംഘടനയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഈ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് സ്ത്രീകളാണ്. പക്ഷേ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവർ എവിടെ പറയും? ഒരു വനിതാ പ്രസിഡന്റ് വരട്ടെ എന്നാണ് പറഞ്ഞത്. അതൊരു നല്ല സന്ദേശമാണ് സമൂഹത്തിലേക്ക് മുന്നോട്ട് വെക്കുന്നത്. ജഗദീഷിന്റെ ആ ഒരു സന്ദേശം സിനിമയിൽ നായകന്മാരാണെങ്കിലും ഈ ജീവിതത്തിലും ആ സംഘടനയിലും വില്ലന്മാരാണോ എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകും. ഈ അമ്മയിൽ നിന്ന് പുറത്തുപോയ ഭാവന, പാർവതി അടക്കമുള്ളവരുണ്ട്. അവരൊക്കെ എന്തുകൊണ്ട് പുറത്തുപോയി എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ഈ അമ്മ എന്ന സംഘടനയിൽ തന്റെ പ്രശ്നങ്ങൾ പറയുമ്പോഴേക്കും അതൊക്കെ വിടു പാർവതി എന്നാണ് പറയുന്നത്. ആരോപണ വിധേയർ മത്സരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ചിലവർ പറയുന്നുണ്ട് അവർ മാറി നിൽക്കണം എന്ന് പറയുന്നു. അത് വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശ്വേത വരുമ്പോഴേക്കും അമ്മ എന്ന സംഘടനയുടെ ഒരു മുഖം തന്നെ മാറും. ഒരു പുരുഷാധിപത്യം അല്ലെങ്കിൽ ഈ പുരുഷ കേന്ദ്രീകൃതമായിരുന്നു അമ്മ എന്ന് പറയുന്നതാകും ശരി. നമസ്കാരം. വനിതാ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഭയക്കാതെ എല്ലാവരും മുമ്പോട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാവർക്കും ഈക്വൽ പങ്കാളിത്തത്തോടു കൂടി മുമ്പോട്ട് വരാൻ സാധിക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. ഞങ്ങൾ കോടതിയല്ല, ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള ഒരു 500 പേർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. നമ്മുടെ നാട്ടിൽ ജനാധിപത്യ രാഷ്ട്രമാണ്. നമുക്ക് ആരോപണ വിധേയരായിട്ടുള്ള ഒരുപാട് മന്ത്രിമാരുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ അവർക്ക് മത്സരിക്കാമെങ്കിൽ ആർക്കും മത്സരിക്കാം അല്ലേ? ഒരു സംഘടനയേക്കാൾ വലുതാണ് ഒരു രാഷ്ട്രം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തന്നെയാണ് സത്യം എന്ന്. അപ്പോൾ ഈ രാഷ്ട്രത്തിൽ ആരോപണ വിധേയരായിട്ടുള്ളവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആർക്കും മത്സരിക്കാം. കാരണം കോടതിയാണ് തീരുമാനിക്കേണ്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലേ എന്നത്. ആരോപണ വിധേയരായുള്ളവർ ഒരു ഉറപ്പായി മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അന്തസ്. അതിൻ്റെ മര്യാദ അതാണ് അതിൻ്റെ മര്യാദ. എല്ലാ മേഖലകളിലും സ്ത്രീകൾ കടന്നു വരണമെന്നും തുല്യത എന്നത് വേണമെന്നുമാണല്ലോ. ചിലയിടങ്ങളിലെങ്കിലും അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നതാണ്. വനിതകൾ കടന്നു വരാത്ത മേഖലകളിലും അത് ഉണ്ടാകണം. താരസംഘടനയായ അമ്മയിൽ വനിതാ പ്രസിഡന്റോ? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. താരസംഘടനയായ അമ്മ 31 വർഷമായി ഈ ഒരു സംഘടന നിലവിൽ വന്നിട്ട്. അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെ എന്തുകൊണ്ട് വനിതാ പ്രസിഡന്റ് ഇത്രയും ടീമുകളായിട്ട് വന്നിട്ടില്ല എന്നുള്ളത്. ഏറ്റവും ഒരു കാര്യം സന്തോഷിക്കാവുന്ന അല്ലെങ്കിൽ ആശ്വസിക്കാവുന്ന ഒരു കാര്യം, ഈ ടീമിലാണ് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ ഉള്ളത് എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് തന്നെയാണ്. കുറേ വനിതകൾ കടന്നു വന്നിട്ടുമുണ്ട്. എന്താണ് ഐശ്വര്യയുടെ ഒരു അഭിപ്രായം? അശ്വതി സൂചിപ്പിച്ചതുപോലെ 94-ലാണ് അമ്മ എന്ന സംഘടന രൂപീകൃതമാവുന്നത്. അവിടെ നിന്ന് 2025 നിൽക്കുമ്പോൾ 11 ഭരണസമിതികളാണ് മാറി മാറി വന്നിട്ടുള്ളത്. ഈ 11 ഭരണസമിതികളിലും ഇതുവരെയും ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത എത്തിയിട്ടില്ല. ഈ ഒരു പുരുഷ മേധാവിത്വം എപ്പോഴും അമ്മ എന്ന സംഘടനയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ നടിയെ ആക്രമിച്ച സമയവുമായി ബന്ധപ്പെട്ടാണ് വളരെ വലിയ രീതിയിൽ ഇതിനോടൊക്കെ തന്നെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് എന്തുകൊണ്ടാണ് ഒരു വനിത ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നത്. നമുക്ക് ഈ 11 ഭരണസമിതികൾ നോക്കിയാൽ മനസ്സിലാകും ഇവിടെ ഈ സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറയുമ്പോൾ ഈ നായകനും നായികയും അതുപോലെ തന്നെ ഈ സ്ത്രീയും പുരുഷനും എല്ലാം തുല്യമായി അഭിനയിക്കുന്ന ഒരു രംഗമാണ് സിനിമ എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ഈ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് സ്ത്രീകളാണ്. പക്ഷേ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവർ എവിടെ പറയും? അതുകൊണ്ട് തന്നെ ഈ ശ്വേതാ മേനോന്റെ ഒരു സ്ഥാനം അവിടേക്ക് വരുമ്പോഴേക്കും വളരെ ഒരു പോസിറ്റീവാണ് അല്ലേ? തീർച്ചയായും. ഐശ്വര്യ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, ദിലീപിന്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനു മുൻപും വിഷയങ്ങളുണ്ട്. അതിൽ നിന്നും നടിമാരൊക്കെ പിൻവാങ്ങിയിട്ടുമുണ്ട്. ഈ അമ്മയിൽ നിന്നും പുറത്തുപോയ ഭാവന, പാർവതി അടക്കമുള്ളവരുണ്ട്. അവരൊക്കെ എന്തുകൊണ്ട് പുറത്തുപോയി എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അന്ന് ദിലീപിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അമ്മ എന്ന സംഘടനയിൽ നിന്നും നടിമാരെ മാറ്റി നിർത്തുന്നു, അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള തരത്തിലേക്ക് വന്നപ്പോഴാണ് ഈ നടിമാർക്ക് മാറി നിൽക്കേണ്ടി വന്നതും വുമൺ ഇൻ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന രൂപപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോഴേ ആ ചോദ്യങ്ങൾ അവിടെ ഉയർന്നിരുന്നു. പിന്നെയും വർഷങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പല ആരോപണങ്ങൾ പലർക്കുമെതിരെ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ചോദ്യങ്ങൾ ഉയർന്നു വന്നതും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നതുപോലും അതുകൊണ്ടാണ്. പല രാജിയെ തുടർന്നാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. നടൻ സിദ്ദിഖ് ആരോപണ വിധേയനാകുന്നു, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആരോപണ വിധേയരും മത്സരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിലും ഭിന്ന അഭിപ്രായങ്ങളുണ്ട്.
കുറേ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ചിലവർ പറയുന്നുണ്ട് ആരോപണ വിധേയർ മത്സരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്, ചിലവർ പറയുന്നുണ്ട് അവർ മാറി നിൽക്കണം എന്ന് പറയുന്നു. അത് വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇപ്പോഴാണ് ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയും ഈ ഒരു സംഘടനയിൽ ഉണ്ടാകുന്നത്. അതിന് മുമ്പത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു ഭരണസമിതി ഉണ്ടാകുന്നു, അതിനുശേഷം പ്രവർത്തനങ്ങളൊക്കെയും ഒരു സ്മൂത്തായി പോകുന്നു എന്ന് പറയാം. പക്ഷേ ഈ ഉണ്ടാകുന്ന ഈ വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നു. അതും ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെയും ആദ്യമായി തന്നെയും ഉടലെടുത്ത് വരുന്നത്. എന്തുകൊണ്ടാണ് വിമൻ ഇൻ കളക്റ്റീവ് എന്ന സംഘടന രൂപപ്പെടുത്താനുണ്ടായ ഒരു സാഹചര്യം? കാരണം പാർവതിക്കായാലും ഭാവനയ്ക്കായാലും എന്തിനു പറയുന്നു, ഈ നടിമാർക്ക് അവരുടെ പ്രശ്നങ്ങൾ അവരെവിടെ ചെന്ന് പറയും. പാർവതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അമ്മ എന്ന സംഘടനയിൽ തൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോഴേക്കും അതൊക്കെ വിട് പാർവതി എന്നാണ് പറയുന്നതെന്ന്. അതായത് തങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് അത് മനസ്സിലാക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഈ നമുക്ക് സിനിമയിൽ നായകന്മാരാണെങ്കിലും ഈ ജീവിതത്തിലും ആ സംഘടനയിലും വില്ലന്മാരാണോ എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകും. കാരണം അങ്ങനെയാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളൊക്കെയും തന്നെയും. അതുകൊണ്ട് തന്നെ ഈ ശ്വേതാ മേനോൻ ഈ ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ ഈ സ്ത്രീകൾക്ക് വളരെ പ്രതീക്ഷ ഉണ്ടാകുന്ന ഒന്നാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെയും തന്നെ സ്ത്രീകൾ അവരുടേതായ പ്രശ്നങ്ങൾ ഈ സിനിമാ സെറ്റുകളിലടക്കം അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ ഉയർത്തി കാണിക്കുകയും പറയുകയും ഒക്കെ ഉണ്ടായി. പക്ഷേ ഇനി അമ്മയിലേക്ക് ശ്വേതാ മേനോൻ തലപ്പത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ശ്വേതാ മേനോൻ്റെ ഒരു ചരിത്രം എടുത്താൽ മനസ്സിലാകും, പെട്ടെന്ന് ഈ ഒരു ഭരണസമിതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ആളല്ല. അതിനു മുൻപ് വൈസ് പ്രസിഡൻ്റായി സ്ഥാനം അനുഷ്ഠിച്ചിരുന്ന ഒരാളാണ്. അതിനു മുൻപ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അതായത് ഈ ഭരണപരിചയം ഉള്ള ഒരാളാണ് ശ്വേതാ മേനോൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അശ്വതി, ഈ ശ്വേത ഈ ഒരു പദവിയിൽ എത്തുമ്പോൾ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഒരു അനുയോജ്യമാകും. മറ്റൊരു കാര്യമാണ് സാന്ദ്ര തോമസിന്റെ കാര്യം ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒന്നാണ്. ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലും ഈ പറഞ്ഞതുപോലെ സാന്ദ്ര തോമസ് മത്സരിക്കുകയാണ്. അതായത് ഈ രണ്ട് മത്സരങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് സ്ഥാനങ്ങളും സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ള ഒന്നാണ് അല്ലേ? തീർച്ചയായും ഒരു വനിത കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാനും അവർക്കൊരു മാനസികമായ ഒരു പിന്തുണ ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിനു മുൻപ് അങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല, അവരെ കേൾക്കാൻ ആരും ഇല്ല എന്നുള്ള തോന്നൽ അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ ഐശ്വര്യ സൂചിപ്പിച്ചു വില്ലൻ കഥാപാത്രങ്ങൾ, അതുപോലെ ഒരാൾ മത്സരിക്കുന്നുണ്ട്, ബാബുരാജ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ബാബുരാജിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്, അതിനെ അനുകൂലിക്കുന്നുമുണ്ട്, പ്രതികൂലിക്കുന്നുമുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കാര്യം പറയുകയാണെങ്കിൽ മല്ലികാ സുകുമാർ ആജീവനാന്ത മെമ്പറാണ് അമ്മയിലെ. അതുപോലെ തന്നെ മാലാ പാർവതി, ഇവരൊക്കെ ബാബുരാജിനെ എതിർക്കുന്നവരാണ്. അതേ പക്ഷം തന്നെ സ്ത്രീകൾ ബാബുരാജിനെ അനുകൂലിക്കുന്നവരുണ്ട്. അൻസിബയുണ്ട്, സരയുണ്ട്. അവർ ചോദിക്കുന്നത് എന്താണ്, മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ചോദിച്ചത് എന്താണ്, ആരോപണം ഉണ്ടായ രാഷ്ട്രീയക്കാർ ഈ രാജ്യത്ത് മത്സരിക്കാമെങ്കിൽ ബാബുരാജിനെ പോലുള്ളവർക്ക് മത്സരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് അവരും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ രണ്ട് പക്ഷം വരുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും വനിതയിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിക്കുന്ന ചോദ്യം അവിടെ നിലനിൽക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരാൾ വേണ്ടേ എന്നതാണ്. കറക്റ്റാണ്. കാരണം അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും അത് മനസ്സിലാക്കാനും കൂടി പറ്റുന്ന ഒരാളാകണം ആ സ്ഥാനത്തേക്ക് വരേണ്ടത്. ഈ ഒരു 11 ഭരണസമിതികൾ എടുത്തു കഴിഞ്ഞാലുള്ളത് ഇപ്പോൾ മോഹൻലാലാണ്. കഴിഞ്ഞ 3 ടേമായിട്ട് മോഹൻലാലാണ്. അതിന് മുൻപ് ഇന്നസെൻ്റ് ആയിരുന്നു. അതായത് ഒരു പുരുഷാധിപത്യം അല്ലെങ്കിൽ ഈ പുരുഷ കേന്ദ്രീകൃതമായിരുന്നു അമ്മ എന്ന് പറയുന്നതാകും ശരി. ഈ മാലാ പാർവതി അടക്കമുള്ള ആളുകൾ AMMA എന്നാണ് വിശേഷിപ്പിക്കുന്നത്, അമ്മ എന്ന് പോലും വിളിക്കാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടേക്കൊരു സ്ത്രീ പ്രാതിനിധ്യം വരുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തലപ്പത്തേക്ക് ഒരു വനിത വരുമ്പോഴേക്കും അമ്മ എന്ന പേര് അന്വർത്ഥമാക്കാൻ പറ്റും. കാരണം ഒരു അമ്മയെപ്പോലെ അല്ലെങ്കിൽ ഒരു സ്ത്രീ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ട് കാര്യങ്ങൾ കേട്ട് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കെൽപ്പുള്ള ഒരു വനിതയാണ് വരുന്നതും. അപ്പോൾ ശ്വേത ആ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ടും ഈ അഭിനേതാക്കളുടെ സംഘടനയ്ക്ക് എന്തുകൊണ്ടും അതൊരു ഗുണം ചെയ്യുക മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലായാലും ഈ സാന്ദ്ര തോമസ് എന്തുകൊണ്ട് മത്സരിക്കുന്നു? സാന്ദ്ര തോമസ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ കൂടിയും പർദ്ദ ധരിച്ചാണ് എത്തിയത്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് അതിൽ സാന്ദ്ര തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ വേഷത്തിലാണ് ആ ഒരു നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്തേക്ക് കയറിപ്പോകാൻ ഈ വേഷമാണ് മികച്ചത്. കാരണം ഒരു സ്ത്രീക്ക് അങ്ങനെയേ കടന്നു ചെല്ലാൻ പറ്റൂ എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. അപ്പോൾ ആ വാക്കുകളിൽ
നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം എത്രത്തോളം പിന്തുണയാണ് ഈ നടിമാർക്ക് ഈ സംഘടനയിൽ നിന്നും ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബാബുരാജിൻ്റെ കാര്യം പറഞ്ഞു. അത് നടിമാരുടെ മാത്രം പക്ഷമല്ല, നടന്മാരും ബാബുരാജിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നവരുണ്ട്. അനൂപ് ചന്ദ്രനുണ്ട്. അത് ഏറെ വിവാദങ്ങൾ ചർച്ചകളൊക്കെ ആയ വിഷയമാണ്. ഒപ്പം വിജയ് ബാബു നടനാണ്, നിർമ്മാതാവാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇതുപോലെ ആരോപണം നേരിട്ടിരുന്നു. അന്ന് താൻ മാറി നിന്നതാണ്. താൻ മാറി നിന്നെങ്കിൽ മറ്റുള്ളവർക്കും അത് ചെയ്യാമല്ലോ എന്ന തരത്തിലാണ് അദ്ദേഹം ചോദ്യം ഉന്നയിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ജഗദീഷ് പിന്മാറാം എന്നത് അറിയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട്, മോഹൻലാൽ, മമ്മൂട്ടി അടക്കം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വനിതാ പ്രസിഡന്റ് വരട്ടെ എന്നാണ് പറഞ്ഞത്. അതൊരു നല്ല സന്ദേശമാണ് സമൂഹത്തിലേക്ക് മുന്നോട്ട് വെക്കുന്നത്. ജഗദീഷിന്റെ ആ ഒരു സന്ദേശം നന്മയ്ക്കായി എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പല നിലപാടുകളും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു മത്സരരംഗത്തേക്ക് വരുമ്പോഴും ഇതിനു മുൻപ് ഈ പാനലിൽ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ഓരോ നിലപാടുകളും ഈ പ്രശ്നങ്ങൾ അമ്മയ്ക്കകത്ത് തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ സമയത്തും ജഗദീഷിൻ്റെ നിലപാട് കൃത്യമായിരുന്നു. കാരണം തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് നേരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉണ്ടായ സമയത്തും അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മത്സരം വരികയാണെങ്കിലും ജഗദീഷിന് പിന്തുണ വളരെ വലിയ രീതിയിൽ കിട്ടുമെന്നുള്ളത് ജഗദീഷിന് അറിയാം. പക്ഷെ അവിടെയും ജഗദീഷിൻ്റെ നിലപാട് കൃത്യമാണ്. കാരണം ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാവുമെങ്കിൽ അതല്ലേ നല്ലത്. വളരെ മികച്ച തീരുമാനമാണ്. കാരണം എന്തുകൊണ്ടും ഇപ്പോൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെല്ലാം പുറത്തു വരുന്ന ഒരു സമയമാണ്. ഇതിനു മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും അവർ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെയും തുറന്നു പറയുന്ന, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സിനിമാ സെറ്റിൽ നേരിടുന്ന ദുരനുഭവങ്ങൾ എന്നൊക്കെയും തുറന്നു പറയുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ശ്വേതാ മേനോൻ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന തിരിച്ചറിവ് ജഗദീഷിനുണ്ടായി. അതുകൊണ്ടാണ് ജഗദീഷ് തൻ്റെ ഈ ഒരു തീരുമാനത്തെ മുതിർന്ന ഈ അഭിനേതാക്കളെയൊക്കെയും അറിയിച്ചത്. ഇങ്ങനൊരു നിലപാടെടുത്താൽ നന്നാവില്ലേ എന്ന് അറിയിച്ചതും അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ശ്വേതയ്ക്ക് പിന്തുണ ഏറുകയാണ്. ഈ ഒരു മുതിർന്ന ഈ അഭിനേതാക്കളിൽ നിന്ന് ഈ ഒരു പിന്തുണ ഏറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശ്വേത വരുമ്പോഴേക്കും അമ്മ എന്ന സംഘടനയുടെ ഒരു മുഖം തന്നെ മാറും. കാരണം ഇതുവരെ കഴിഞ്ഞ 31 വർഷം ഈ ഭരണം ഒരു പുരുഷൻ്റെ തണലിലായിരുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷ മേധാവിത്വമായിരുന്നു എങ്കിൽ 31 വർഷങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ മാറുകയാണ്. അല്ലെങ്കിൽ ഒരു 31 വർഷങ്ങൾ വേണ്ടി വന്നു അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിതാ ഒരു സാന്നിധ്യം വരാനായിട്ട് എടുത്തത് 31 വർഷമാണ്. വനിതാ പ്രസിഡന്റ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മാറ്റങ്ങളുടെ ശങ്കുലി ഉണ്ടാകേണ്ടതാണ്. അപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് അവരെ ഈ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ ആശങ്കയൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസമാണ്. അതെല്ലാവരും പങ്കുവെക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജഗദീഷിനെ പോലുള്ള വലിയ നടന്മാർ ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ എടുക്കേണ്ടി വരുന്നതും അതുതന്നെയാണ്. അതൊരു നല്ല സൂചന, ഒരു മാറ്റത്തിൻ്റെ സൂചനയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഐശ്വര്യ, ഏതായാലും ശ്വേതയിലേക്ക് എത്തുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, പുതിയ ഒരു തുടക്കമാകട്ടെ അത്.